കഴിഞ്ഞ മാസം പഞ്ചായത്ത് അധികൃതരും ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഈ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടപ്പോൾ ഈ മെയ് 8-ാം തീയതി വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാമെന്നും എത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തീകരിച്ച് റോഡുകൾ ഗതാഗത യോഗ്യമാക്കാമെന്നും ഉറപ്പു നൽകിയതായിരുന്നു. ജൽജീവൻ പദ്ധതിയിലെ റോഡ് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം കുറച്ചധികം കാലങ്ങളായി ശക്തമാണ്. ഇന്ന് വാട്ടർ അതോറിറ്റിയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായിക്കൊണ്ട് ആലിപ്പറമ്പ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി വലിയൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ചാനൽ പ്രേക്ഷകരോടൊപ്പം സമരത്തിന് നേതൃത്വം നൽകുന്ന യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ കൂടെയുണ്ട്. എന്തായാലും നിങ്ങളുടെ പ്രതിഷേധം കുറച്ചധികം കാലങ്ങളായിട്ടുണ്ട്. എന്താണ് നിലവിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മറുപടി? കഴിഞ്ഞ മാസം പഞ്ചായത്ത് അധികൃതരും ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഈ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടപ്പോൾ ഈ മെയ് 8-ാം തീയതി വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാമെന്നും എത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തീകരിച്ച് റോഡുകൾ ഗതാഗത യോഗ്യമാക്കാമെന്നും ഉറപ്പു നൽകിയതായിരുന്നു. ആ 8-ാം തീയതി കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടും അതിന്റെ വർക്കുകൾ ആരംഭിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയോ ചെയ്യാത്തത് പക്ഷമാണ് യൂത്ത് ലീഗ് ഈ സമരം ഏറ്റെടുത്തിട്ടുള്ളത്. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ അടിയന്തരമായിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും എത്രയും പെട്ടെന്ന് വർക്ക് തുടങ്ങണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് തുടങ്ങാത്ത പക്ഷം ഇനിയും അത് അലംഭാവം കാട്ടി നീട്ടിപ്പോകാനാണ് ഭാവമെങ്കിൽ വളരെ ശക്തമായ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് സമരരംഗത്തുണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കുറച്ചധികം കാലങ്ങളായിക്കൊണ്ട് നിങ്ങൾ ഇതിന്റെ ഒരു വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. എന്താണ് നിലവിൽ ഇവർ പറയുന്ന സാങ്കേതികത്വത്തിന് കാരണം? ഇവർ പറയുന്നത് എത്രയും പെട്ടെന്ന് ഫണ്ട് പര്യാപ്തമല്ല, പല ഘട്ടങ്ങളിലും ഈ ഫണ്ട് ലഭ്യമല്ല, അതുകൊണ്ട് കോൺട്രാക്ടർമാരുടെ തലയിലേക്ക് ഈ ആരോപണം തള്ളിക്കൊണ്ട് ഇവര് കോൺട്രാക്ടർമാരെ എത്രയും പെട്ടെന്ന് ആ വർക്ക് പൂർത്തീകരിക്കുമെന്നും അത് അവരുടെ ബാധ്യതയാണെന്നും പറഞ്ഞ് ഉദ്യോഗസ്ഥർ കൈമാറുമ്പോൾ കോൺട്രാക്ടർമാർ അവർ ഫണ്ട് ലഭ്യമല്ല എന്നും എടുത്ത വർക്കിന്റെ ഫണ്ട് ഇത്രയും കാലമായിട്ടും അവർക്ക് കൈപ്പറ്റാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺട്രാക്ടർമാർ കൈമാറുകയാണ്. ഇതിന്റെ രണ്ടിനും ഇടയിൽ കടന്നുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ആ ബുദ്ധിമുട്ട് കണ്ടു നിൽക്കാൻ യൂത്ത് ലീഗിന് സാധ്യമല്ല എന്നുള്ള കൃത്യമായ ബോധ്യത്തോടെയാണ് യൂത്ത് ലീഗ് ഈ സമരത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. റോഡ് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് യൂത്ത് ലീഗ് നേതൃത്വം നൽകുന്നത്. ഈ ഒരു സമരം തുടക്കം മാത്രമാണ്. കുറച്ചധികം കാലങ്ങളായി ഇവർ ഈ ഒരു സമരത്തിന് പിന്നാലെയാണ്. ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നാണ് ആലിപ്പറമ്പ് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികൾ ചാനൽ 10 പ്രേക്ഷകരോട് പറയുന്നത്. പെരിന്തൽമണ്ണ വാട്ടർ അതോറിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.